ഇന്നലെ രാവിലെയാണ് ആ ഒരു വാർത്ത വന്നത്. വേറെ ഒന്നുമല്ല, കാറ് കത്തിയിട്ട് യുവതി പൊള്ളലേറ്റ് മരിച്ചു, ഭർത്താവ് തോട്ടിൽ ചാടി രക്ഷപ്പെട്ടു എന്നുള്ളൊരു വാർത്ത. ഇത് കേവലം ഒരു വാർത്തയായിട്ട് മാത്രമാണ് നമ്മൾ കണ്ടത്, അല്ലാതെ വേറെ അതിൻ്റെ അകത്തൊന്നും കണ്ടില്ല. പക്ഷേ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു സംശയമുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അപ്പോൾ ഓടി വന്ന 2 പേരുണ്ട്. ഒരാൾ വയസ്സുള്ള ഒരാളാണ്, ഒന്ന് ചെറുപ്പക്കാരനാണ്. ഇവർ 2 പേരും പറയുന്ന കാര്യമുണ്ട്. അതായത്, ഞങ്ങൾ ഓടി വരുമ്പോഴേ അവൻ തോട്ടിൽ കിടക്കുന്നതാണ് കണ്ടത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ കാറ് പെട്ടെന്ന് തീ കെടുത്താൻ നോക്കുമ്പോഴും അവനൊന്നും മിണ്ടിയില്ല. കാറ് പൂർണ്ണമായിട്ടും കത്തിയപ്പോഴാണ് അവൻ പറയുന്നത്, എൻ്റെ ഭാര്യ അതിൻ്റെ അകത്തുണ്ട് എന്ന്. അത് വളരെ പതുക്കെ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഇന്നലെ അറിയാമായിരുന്നു, ഇതൊരു കൊലപാതകം തന്നെയാണ്. ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ്. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നവർ തന്നെയാണ്. കാറിലാണ് കൊണ്ടുപോകുകയെങ്കിൽ അവർക്ക് കിടക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ആ സീറ്റ് കുറച്ച് വലിച്ച് താഴോട്ടാക്കി കൊടുക്കും. അങ്ങനെ അതിൻ്റെ അകത്ത് സുഖമായി കിടക്കാം എന്നിരിക്കെ എന്തിനാണ് ഈ സ്ത്രീ പുറകിൽ കിടന്നത്? അതൊരു ചോദ്യമാണ്. അതുമാത്രവുമല്ല, തൻ്റെ ഭാര്യയും കുഞ്ഞും ആ ഒരു പ്രസവിക്കാനായ ഒരു സ്ത്രീ അവിടെ കിടക്കുമ്പോഴേ ഇവൻ എങ്ങനെയാണ് ഡോറ് തുറന്ന് ചാടി തോട്ടിലേക്ക് ചാടിയത്? ഇവൻ്റെ ഭാര്യ ആര് രക്ഷിക്കാൻ വരും എന്നാണ് ഇവൻ കരുതിയത്. നമ്മളൊക്കെ തീരുമാനിക്കുന്നത് എന്താ, അവിടെ ഇനിയിപ്പോൾ അവളില്ലെങ്കിൽ എനിക്കും കൂടി ജീവിക്കണ്ട എന്നുള്ള തരത്തിൽ നമ്മളും കൂടി ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പോകട്ടെ എന്ന് കരുതിയിട്ട് രക്ഷിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുക. ഇവൻ അതല്ല ചെയ്തത്. ഇവൻ ആദ്യം തന്നെ ഇവൻ തോട്ടിലേക്ക് ചാടുകയും ആൾക്കാർ വന്നപ്പോൾ ഇവൻ വളരെ പതുക്കെ പറയുകയാണ് എല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അകത്തിൻ്റെ ഭാര്യ കിടന്നുറങ്ങുന്നുണ്ട് ബാക്കിൽ എന്ന്. എങ്ങനെ തോന്നിയടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. എങ്ങനെ തോന്നിയിട്ടുണ്ടാകും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഇവൻ തീരുമാനിച്ചെടുത്ത ഒരു കൊലപാതകം തന്നെയാണ്. അതായത് ഇവൻ ഈ പെൺകുട്ടിയെ ഇഷ്ടമല്ല. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവർ 2 പേരും പരിചയപ്പെട്ടത് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുമ്പോൾ ആ ബന്ധത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കേവലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖത്തിന് വേണ്ടി മാത്രമുള്ളൊരു ബന്ധമായിരിക്കാം. അതൊരിക്കലും കല്യാണം കഴിക്കുന്നൊരു ബന്ധമല്ല. കാരണം എന്താ, ഈ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുമ്പോൾ അവൻ്റെ മനസ്സിൽ കാണുന്നത് എന്താ വെച്ചാൽ ഇവൾക്ക് വേറെ ആർക്കുമായിട്ട് ബന്ധം ഉണ്ടാകും. അവന് തോന്നും അവൾക്ക് ആർക്കുമായിട്ട് ബന്ധമുണ്ട്, ഇവന് തോന്നുന്നത് ഇവൾക്ക് ആർക്കെങ്കിലുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടുള്ള കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികകാലം നിലനിൽക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു ടൈം പാസിന് മാത്രമുള്ളൊരു ബന്ധമാണ്. ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ കല്യാണം കഴിഞ്ഞവരുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്രയെത്ര ഡിവോഴ്സുകളാണ്, അതുപോലെ തന്നെ എത്രയെത്ര അവിഹിതങ്ങളാണ്, എത്രയെത്ര പ്രശ്നങ്ങളാണ്. ഈ ഒരു പയ്യനെ പറ്റി പറയുകയാണെങ്കിൽ ഇവനും വേറെ തരത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമായിരിക്കില്ല ബന്ധം, പലരുമായിട്ടും ബന്ധമുണ്ടാകും. അങ്ങനെയൊക്കെ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവൻ ഇതിൻ്റെ അകത്ത് പെട്ടുപോയതായിരിക്കാം. അതായത് ഇവള് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ പരാതി കൊടുക്കും, അതുകൊണ്ട് തന്നെ ഇവന് കല്യാണം കഴിക്കേണ്ടി വന്നു. പിന്നീട് ഇവളെ ഒഴിവാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാകാം. ഇപ്പോഴും വന്ന് ഇവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവൻ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള സംശയമുണ്ട്. നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് നമുക്കും സംശയം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ദുരൂഹത നീക്കുക തന്നെ വേണം. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, പലതരത്തിലും വണ്ടികൾ കത്തുന്നുണ്ട്, കാറുകൾ തീപിടിക്കുന്നുണ്ട്. കുറേ നാൾ മുമ്പ് ഒരു 10 വർഷത്തിന് മുമ്പ് നമ്മൾ കേട്ട ഒരു സംഭവം ഇതാണ്. ഒരു കുടുംബത്തിലെ എല്ലാവരും സ്കൂട്ടറിൽ വരുമ്പോഴേ ആ സ്കൂട്ടർ നേരെ ഒരു കുഴിയിലേക്ക് വീഴുന്നു. അങ്ങനെ ഭർത്താവ് മാത്രം രക്ഷപ്പെട്ടിട്ട് അയാൾ നേരെ പോയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യയും മക്കളും അവിടെ കുഴിയിൽ വീണൊന്ന് രക്ഷിക്കണം എന്ന് പറയുകയും, ആദ്യമൊക്കെ എന്ന് പറഞ്ഞ് ഇതൊരു അപകട മരണം മാത്രമായിരുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ ഇതിലും അവർക്കുണ്ടായ സംശയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയും മക്കളും മരണത്തോട് മല്ലടിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കാനല്ലേ നോക്കുക, അല്ലാതെ അവിടുന്ന് 1 കിലോമീറ്റർ ദൂരെയുള്ള വീടുകളിൽ പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്തണമെന്ന് പറയാൻ നിൽക്കുമോ? അങ്ങനെയുള്ള സംശയങ്ങൾ കൊണ്ട് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവൻ്റെ ഭാര്യയെയും മക്കളെയും ഒഴിവാക്കിയിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയതാണ്, അങ്ങനെ കൊലപ്പെടുത്തിയതാണ് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആദ്യം ഒരു അപകട മരണം, ആ അപകട മരണത്തിലൂടെ അവന് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആയിട്ട് ലക്ഷങ്ങൾ, അതൊക്കെ കൊണ്ട് പുതിയൊരു ഭാര്യയുമായിട്ട് നല്ല സുഖത്തിൽ ജീവിക്കാം. ഇതാണ് അയാൾ കണ്ടൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കാറ് കത്തിച്ചിട്ട് ഗർഭിണിയും അതുപോലെ അമ്മയും ആ ഒരു യുവതി മരിക്കുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇൻഷുറൻസ് കിട്ടുന്നു, ഇവൻ അതും കൊണ്ട് കാമുകിയുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ആ ഒരു ഐഡിയ അല്ലേ ഇവനും വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് കൃത്യമായിട്ട്
കൃത്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടും. ഇന്നലെ ഇത് കേട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% ആൾക്കാർക്കും തോന്നിയൊരു സംശയം, ഇതൊരു അപകട മരണമല്ല, ഇതൊരു കൊലപാതകം തന്നെയാണ്. കാരണം വേറെയും പറയാം. അതായത് ഭാര്യ ഇങ്ങനെ ആരെങ്കിലും വിട്ടേ ചൂടുവോ? ആരെങ്കിലും ഭാര്യ ഇങ്ങനെ പിന്നെ വെപ്രാളത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആരെങ്കിലും അത് വിട്ടേ തോട്ടിൽ പോയി ഇരിക്കുമോ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പം ഇവര് കൃത്യമായിട്ട് അറിയാം അവിടെ ഒരു തോടുണ്ട്, വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, ഇവിടെ ഇപ്പോഴും വിജനമായ സ്ഥലമാണ്, ആരും ഓടി വരാനില്ല. ഓടി വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മിനിറ്റ് കൊണ്ട് മാത്രമേ ഇവിടെ എത്തുകയുള്ളൂ, അപ്പോഴേക്കും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിരിക്കും എന്ന് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനിപ്പോഴും എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകും. കൃത്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്നത്, എന്താണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ വലിയ ദുരൂഹത തന്നെയാണുള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ദുരൂഹത നീക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു തുടർക്കഥയായിട്ട് മാറും. അതായത് ഇനിയും ഒരുപാട് ജീവനുകൾ ഇവിടുന്ന് പോകേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഒരാൾക്കും ഇതുപോലെ ജീവൻ പോകാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഉത്തരവാദിത്വം വേണം. ഭർത്താവായാലും ശരി, കൂടെ ഭാര്യയാണ്, അവരെ രക്ഷിക്കുകയല്ലേ വേണ്ടത്. അതിനു പകരം എന്ന് പറഞ്ഞാൽ തോട്ടിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നു, നാണവും മാനവും ഇല്ലാത്തവൻ. അവൻ ചെയ്തത്, അവൻ ഇനിയിപ്പോൾ ഇത് അപകടം തന്നെയാണെങ്കിലും ശരി, അവൻ ചെയ്തത് വളരെയധികം ക്രൂരതയാണ്. അതായത് അവളെ രക്ഷിക്കാൻ ശ്രമിക്കാതെ അവൻ പോയിട്ട് തോട്ടിലിരുന്നത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവന് ഇത് ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും അവന് രക്ഷയില്ല. അവൻ ചെയ്തതെന്ന് പറഞ്ഞൊരു വലിയ വഞ്ചന തന്നെയാണ്. അതായത് ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു പ്രതീക്ഷയുണ്ടാകും. അതായത് നമ്മൾ ഭാര്യമാരോ അമ്മയോ അല്ലെ മക്കളോ ആരെങ്കിലും നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും ഇനി എന്തൊക്കെ പറ്റിക്കഴിഞ്ഞാലും നമ്മളെ രക്ഷിക്കാൻ അവർ വരും, ഇല്ലെങ്കിൽ ശ്രമിക്കുകയെങ്കിലും ചെയ്യും എന്നുള്ളൊരു ഇതുണ്ടാകും. പക്ഷേ അതൊന്നും ചെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് തന്നെ ഇയാൾ പോയിട്ട് തോട്ടിൽ പോയി ഇരിക്കണമെങ്കിൽ അവിടെ എന്തോ ഒരു സംഭവമുണ്ട്. ഒന്നുകിൽ ഇയാൾ എന്തെങ്കിലും പെട്രോളോ കാര്യങ്ങളോ എന്തെങ്കിലും പുറകിലേക്ക് വീശിയിട്ട് അവിടെ തീയിട്ടതാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം. പിന്നെ അവന് വേറെ ബന്ധങ്ങളുണ്ട് എന്നുള്ള ആരോപണങ്ങളുമുണ്ട്. അതായത് അവന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻഷുറൻസ് തട്ടിയെടുത്ത് സുഖമായിട്ട് കല്യാണം കഴിച്ച് കൂടാനുള്ള അവൻ്റെ ഒരു അടവായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല. പിന്നെ വേറെ ഒരു കാര്യം, ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാളെ തന്നെ ശിക്ഷിക്കും എന്നുള്ളൊരു വിചാരമൊന്നുമില്ല. കാരണം ഇതുപോലെയുള്ള ഒരുപാട് പേർക്കെന്ന് പറഞ്ഞാൽ ജീവൻ പോയിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-12 വർഷം കഴിയുമ്പോൾ അതിലെ പ്രതികളെല്ലാം ഇറങ്ങും. അവർ സുഖമായിട്ട് കല്യാണം കഴിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അവർ സുഖമായിട്ട് കല്യാണം കഴിച്ച് മറ്റൊരു ബന്ധത്തിലൂടെ ജീവിക്കുന്നുണ്ടാകും. ഇവിടെ ആർക്കാണ് നഷ്ടപ്പെട്ടത്? ആ ഒരു കുടുംബത്തിന്, അതായത് ആ ഒരു കുട്ടിയുടെ, സോന എന്ന് പറയുന്ന ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടെ വേറെ ഒരു മനുഷ്യന്മാർക്ക് പോലും നഷ്ടമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോ. നന്ദി, നമസ്കാരം.